എല്ലാവർക്കും പി എഫ് ഇ മാസ്റ്ററുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ വീഡിയോയിൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പി എഫ് ഇയുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിനായി ആളുകൾ ഉപയോഗിക്കുന്ന റിസോഴ്സസാണ് യഥാർത്ഥത്തിൽ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അത് വിഭവങ്ങളാണെന്നുള്ളത് മറക്കാതിരിക്കുക. പിന്നെ സമ്പത്ത് വ്യവസ്ഥയുടെ നിർമ്മാണ ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സമ്പത്ത് വ്യവസ്ഥയിലെ നിർമ്മാണ ഘടകങ്ങൾ തന്നെയാണ് ഉൽപ്പാദന ഘടകങ്ങളും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉൽപ്പാദന ഘടകങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നതായി അറിയാം. അതിലൊന്നാണ് ഭൂമി എന്ന് പറയുന്നത്, മറ്റൊന്ന് തൊഴിലാണ്, മറ്റൊന്ന് മൂലധനം, നാലാമത്തേത് സംഘാടനമാണ് അല്ലെങ്കിൽ സംരംഭകത്വമാണ്, ഓർഗനൈസേഷൻ എന്നൊക്കെ പറയും. ഇതിൽ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഒരു പ്രൊഡക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള വിഭവങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകത്തിലെ ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറയുന്നത് എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉൽപ്പാദന പ്രക്രിയയിലുള്ള റോ മെറ്റീരിയൽസാണ് ഭൂവിഭവങ്ങൾ എന്ന് പറയുന്നത്. വെള്ളം, അതിലെണ്ണ, ചെമ്പ്, നമ്മുടെ മിനറൽസ് ആയിക്കൊള്ളട്ടെ, പ്രകൃതിവാതകങ്ങളായിക്കൊള്ളട്ടെ, ഇപ്പോൾ എന്ത് തരത്തിലുള്ള റിസോഴ്സസ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ തന്നെ ഈ പറയുന്ന പ്രകൃതി വിഭവങ്ങളിൽ പെടുന്നവയാണ്. ഭൂവിഭവങ്ങൾക്ക് പകരമായിട്ട് ഇത്തരത്തിൽ റിസോഴ്സ് ഉടമകൾ സമ്പാദിക്കുന്ന ഒരു വരുമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വാടക അല്ലെങ്കിൽ പാട്ടം എന്നൊക്കെ പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ഘടകമാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിൽ എന്ന് വെച്ചാൽ ഉൽപ്പാദന ഘടകത്തിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകവും വിഭവവുമാണ്. കാര്യം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒക്കെ തന്നെ ഉൽപ്പാദനത്തിന് ആളുകൾ സംഭാവന ചെയ്യുന്ന ഒരു പരിശ്രമമാണ് തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആൾക്ക് തൊഴിൽ ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നു. അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ചരക്കുകളുടെയും സേവനങ്ങളുടെ ഉൽപ്പാദനത്തിന് തൊഴിൽ വിഭവങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അതോടൊപ്പം തന്നെ ഇതിന് ലഭിക്കുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. ഭൂമിക്ക് ലഭിക്കുന്നത് വാടക അല്ലെങ്കിൽ പാട്ടമാണ്. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മിക്ക ആളുകളിലും ഏറ്റവും വലിയൊരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് തൊഴിലാണ്. അപ്പോൾ നമുക്ക് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ഒക്കെ നോക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മറ്റൊരു ഘടകമാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത്. ഇതിൽ യന്ത്രങ്ങൾ, വാഹനങ്ങൾ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ക്യാപിറ്റലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു ചുറ്റിക തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ വാഹനങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തരത്തിലുള്ള ഉപകരണങ്ങളോ ഒക്കെ തന്നെ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇതെല്ലാം തന്നെ ഈ മൂലധനത്തിൽ പെടുന്നവയാണ്. മൂലധന വിഭവങ്ങളുടെ മേൽ നമുക്ക് ലഭിക്കുന്ന ഒരു വരുമാനമാണ് പലിശ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഉൽപ്പാദന ഘടകത്തിലെ മൂന്നാമത്തെ ഒരു ഘടകമാണ്. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സംരംഭകത്വം അല്ലെങ്കിൽ സംഘാടനമാണ്. ഇതിൽ 3 ഘടകങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഈ സംരംഭകത്വം എന്ന് പറയുന്നത്. മുകളിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിങ്ങനെ 3 ഘടകങ്ങളുടെയും ഒരുമിപ്പിച്ച് സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സംരംഭകം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദന ഘടകത്തിൽ മറ്റ് ഘടകങ്ങൾ ഉപയോഗിച്ച് ഒരു സംരംഭകം നേടുന്നത് എന്തായിരിക്കും? ലാഭമായിരിക്കും, പ്രോഫിറ്റായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പ്രതിഫലം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് പാട്ടമായിരിക്കെ, തൊഴിലിൽ നിന്ന് വേതനമായിരിക്കെ, മൂലധനത്തിൽ നിന്ന് പലിശയായിരിക്കെ, സംഘാടനം അല്ലെങ്കിൽ സംരംഭകത്തിൽ നിന്ന് ലഭിക്കുന്നത് ലാഭമാണ്. അപ്പോൾ ബിസിനസ്സുകൾ ആരംഭിക്കാനും അപ്പോൾ ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ട് വിഭവങ്ങൾ വാങ്ങാനും സ്വാതന്ത്ര്യമുള്ള സമ്പദ് വ്യവസ്ഥയിലാണ് സംരംഭകർ അഭിവൃദ്ധി പ്രാപിക്കുക. നമുക്കറിയാം ഈ പറയുന്ന ബിസിനസ് ഫ്രണ്ട്ലി സ്റ്റേറ്റുകളായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഓൺട്രപ്രീനിയർ ഫ്രണ്ട്ലി സ്റ്റേറ്റുകളായിക്കൊള്ളട്ടെ, എല്ലാത്തിനും ഇത്തരത്തിലുള്ളൊരു ഫ്രീഡം കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് വളരാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിയുടെ ശുഭസൂചന കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഓൺട്രപ്രീനർഷിപ്പുകൾ വളരുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തായിരിക്കും ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഉൽപ്പാദന ഘടകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൂലധനമല്ല, കാരണം അതൊരു ഉൽപ്പാദന വിഭവമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്നവ ഗാർഹിക യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉൽപ്പാദന ഘടകങ്ങളായിട്ട് കരുതുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.